എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ട്രയൽ എന്നുള്ളത് മാറിയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള പുതിയ ലിങ്ക് വരികയും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നൽകി അതുപോലെ ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അത് കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, അതാണ് ക്യാപ്ച. അപ്പോൾ അതുകൂടി വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതും എന്നും കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആയിട്ട് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും രണ്ടിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്യും. അത് ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അഡ്മിഷൻ നേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നോൺ ജോയിൻ്റ് ആയിട്ട് കണക്കാക്കുകയും പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ നേടാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രത്യേകിച്ച് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി ആയിട്ട് അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള അവസരം നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടിയിട്ടില്ല, ഹയർ സെക്കൻഡറിയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഒന്നുകിൽ ടെമ്പററിയോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് വൊക്കേഷണലിൽ മാത്രമേ കിട്ടിയുള്ളൂ, ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.